ഹായ്, വെൽക്കം ബാക്ക് ടു വർണ്ണപ്പാകട്ടെ. ഇപ്പോൾ ഇന്ന് പാർട്ട് 3 ആണ്. ബ്രാൻസ്റ്റണിൽ അപ്പോൾ നമ്മൾ സൂവിലാണ് പോയത്. സൂ ഇതേപോലെ മനോഹരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ ഒരുപാട് മയിലുകളുണ്ടായിരുന്നു. ഒരുപാട് മയിലുകളൊക്കെ ഇങ്ങനെ നമ്മൾ അടുത്തുകൂടിയൊക്കെ ഇങ്ങനെ കണ്ടോ, അടുത്തുകൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. ഇഷ്ടം പോലെ മരത്തിലുള്ള കാക്കകൾ മരത്തിലും തറയിലും ഒക്കെ ഇരിക്കുന്ന പോലെയായിരുന്നു അവിടെ മയിലുകൾ ഫുള്ള്. നല്ല രസമുണ്ടായിരുന്നു. ഇതൊരാമയാണ്, ഭയങ്കര വലുതായിരുന്നു. ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള മുഖം. ഗോൾഡൻ ലയണോ അങ്ങനെ എന്തോണോ എൻ്റെ പേര്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പോണ വഴികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഇങ്ങനെ സൂവിൽ ഫുള്ള്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മക്കാവോ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് വയസ്സായതായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു, എല്ലാം നല്ല രസമായിരുന്നു. അതിൻ്റെ പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഇത് കണ്ടോ, മയിൽ, ഒരു പെൺമയിലാണ്. അതിൻ്റെ കുഞ്ഞും കണ്ടോ, അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് ഇതിൻ്റെ കൂടെ. മയിലിൻ്റെ കുഞ്ഞുങ്ങളാണ്. അത് ചാടി ഇതിൻ്റെ മുകളിൽ കയറി എന്നെ കണ്ടപ്പോഴത്തേക്ക്. ഇത് ഗൂസാണോ, ബ്ലാക്ക്. ജിറാഫിന് ആഹാരം കൊടുക്കാമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമുക്ക് ആഹാരം പൈസ കൊടുത്ത് മേടിച്ച് നമുക്കതിനെ കൊടുക്കാമായിരുന്നു. അതിനെ തൊടാം,
അങ്ങനെ അത് നമ്മളെ വന്ന് മേടിച്ച് തിന്നുകൊണ്ട് പോകും. പിന്നെ കുറേ പാമ്പുകളും കാര്യങ്ങളൊക്കെയായിരുന്നു. ഇത് മിസോറിയിലൊക്കെ കണ്ടുവരുന്ന പാമ്പാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ക്യാമറ കൊണ്ട് ചെല്ലും തോറും അതിങ്ങനെ ക്യാമറയുടെ മുകളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട്. എനിക്ക് പേടിയൊന്നും ആയില്ല. ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് നമ്മളെ അത് ഉപദ്രവിക്കാനായിട്ട് വരെയല്ല, അതൊരു കൗതുകം കൊണ്ട് വരുന്ന കണക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ കുറച്ച് നേരം അതിനെ ഫോക്കസ് ചെയ്തു. ഒരുമാതിരിപ്പെട്ടതെല്ലാം കുറച്ച് ആക്റ്റീവായിരുന്നു. നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ അതിനൊരു ആക്റ്റീവായിട്ട് നല്ല പോസിങ് ആയിരുന്നു. ചിലതൊക്കെ ഇങ്ങനെ അനങ്ങാറുണ്ട്. സാധാരണ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള പാമ്പുകളെല്ലാം ഇങ്ങനെ അനങ്ങാതെ ഒരിടത്ത് ചുരുണ്ടിരിക്കുകയായിരിക്കുമല്ലേ. ഇതിപ്പോൾ 2-3 എണ്ണമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ സൂവിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഡാൻസ് ട്രിപ്പൊക്കെ അവസാനിച്ച് വീടുകളിലോട്ട് അവരവരുടെ വീടുകളിലോട്ട് പോകുന്ന വഴിക്കെല്ലാം ഫാമുകളും പശുക്കളുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ പോകുന്ന വഴി നമ്മൾ വന്ന കണക്കത്തെ വഴിയില്ലായിരുന്നു, വേറൊരു റൂട്ടിൽ കൂടിയാണ് പോയത്. പക്ഷെ നല്ല പ്രകൃതി രമണീയമായ സൂപ്പർ സ്ഥലമായിരുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ പോയി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.